ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ എന്താ അച്ഛാ, ആതിരേ, ഓടി വാ. ഹലോ ഹലോ, ആരാ? ഓ, മനസ്സിലായി മനസ്സിലായി. ഞാൻ ആ ഫയൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഇത് തന്നെ അവസരം. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. അവന്റെ ഒരു മാംഗോ ജ്യൂസ്. നിന്നെ കൊണ്ട് തന്നെ നിന്റെ ഭാര്യയുടെ പ്രഗ്നൻസി ഇല്ലാതാക്കിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തതാ. ഇപ്പൊ ഞാനത് നടത്താൻ പോവാ. കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും കൊടുക്കരുത്. സ്വീറ്റ് കില്ലിംഗ്. കുഞ്ഞെ, ഈ ഭൂമിയിൽ വരാനുള്ള യോഗം നിനക്കില്ല. ഐ എം വെരി സോറി. നിന്റെ ആത്മാവിന് സുഖമായിരിക്കട്ടെ.
ഡോ ദാ ജ്യൂസ്. ഇത് കൊള്ളാലോ. ഇത്ര ഇവിടുന്ന് ജ്യൂസ് ഉണ്ടാക്കിയോ? പിന്നെ ദാ കുടിച്ചു നോക്കിയേ. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും. ഇനി എന്താ വേണ്ടത്? ആ, ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം. ആ, സമയം കിടക്കല്ലേ? എന്താ താൻ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു, ഏതു തരത്തിലുള്ള ജ്യൂസ് വേണേലും നമുക്ക് വാങ്ങാൻ കിട്ടും. ആ, എന്നാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ജ്യൂസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ അത് സൂപ്പറാ. എനിക്ക് എന്ത് വേണേലും ധനുഷ് ഉണ്ടാക്കി തരില്ലേ? ആ, അത് ഈ പ്രഗ്നൻസി കഴിയുമ്പോഴേക്കും മിക്കവാറും മാറും. എങ്ങനെ മാറാ? പിന്നെ ജോലി കൂടുമല്ലേ? ഹ? കുഞ്ഞിന്റെ തുണി അലക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, പിന്നെ എന്റെ ഡ്രസ്സൊക്കെ കഴുകി തരണം. ധനുഷിന് ഒട്ടും ഫ്രീ ആവില്ല. അപ്പൊ നീ എന്നെ ശരിക്കും ജോലിക്കാരനാക്കിയോ? ആ, ധനുഷിനെ ഞാൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചു. എപ്പോ? ദേ ഇപ്പോ. എന്താ എന്തു പറ്റി? വയറിനൊരു വേദന പോലെ. എന്താ? എന്താ എന്താ? ധനുഷിക്ക് ഭയങ്കര വേദന. അച്ഛാ, ആതിരേ, ഓടി വാ. എന്താ? എന്തുപറ്റി? വയറ് വല്ലാത്ത വേദന കിട്ടത്തി. അയ്യോ, എനിക്ക് തീരെ വയ്യ. അയ്യോ, മോളെ, നിനക്ക് എന്താ പറ്റിയത്? ധനുഷേ, വണ്ടി ഇറക്ക്. വേഗം ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ വണ്ടി എടുക്കാം. വണ്ടി ഞങ്ങൾ പിടിക്കാം. വേഗം എടുക്ക്. പതുക്കെ.